അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളവന്നൂർ ബാഫക്കി യതീംഖാന കഴിഞ്ഞ് ഒത്തിരി മുന്നോട്ട് സഞ്ചരിച്ചാൽ റൈറ്റിലോട്ട് ഒരു റോഡ് കാണാൻ സാധിക്കും. ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ചോലക്കാട് മക്കാമ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. സിയാറത്തും അവിടുത്തെ ചെറിയ രീതിയിലുള്ള വിവരണങ്ങളും നമുക്ക് കേൾക്കാം. ഈ നടലപ്പറമ്പ് പള്ളിൻ്റെ ഇതിലാണ് വീട്. പിന്നെ ഈ മക്ബറ നിൽക്കുന്നത്. അതന്നെ നമ്മുടെ ഈ മക്ബറ അവിടെ ഇങ്ങനെ കെട്ടിപ്പൊക്കലും കാര്യങ്ങളൊന്നും ഇല്ല. പഴയമായിട്ട് അങ്ങനെ പിടിഞ്ഞു പൊഴിഞ്ഞ് പോവുകയാണ്. 100 കൊല്ലം മുൻപ് ഞാൻ പറയുന്നത് നമ്മൾ അബോജ് പറഞ്ഞത് നമ്മൾ വള്ളച്ചാലുള്ള മറ്റേ ഇതുണ്ടല്ലോ, അതെന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാന്ന് വെച്ചാൽ പറയുന്നു. ആ വള്ളച്ചാലുള്ള മക്ബറ നമ്മളെ റോട്ടിൽ അയ്യായിക്ക് പോകുന്നിടത്തുള്ള അതിപ്പോഴൊരു കുടുംബം പറയുന്നത്. പിന്നെ മൂപ്പർ നിസ്കരിച്ച കല്ലും പിന്നെ ഒരാൾക്ക് നിസ്കരിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ പോയിട്ട് ആ ചോര പോയിട്ടാണ് കുളിക്കലും ഒന്നും അബോജ് പറഞ്ഞ ഞാൻ പറയുന്നത്. പിന്നെ ഈ റബീഉൽ അവ്വലിന് അവിടെ മൗലൂദ് നടക്കുന്നുണ്ട്. ഇവിടെ പള്ളി കമ്മിറ്റിക്കാര് ഇവിടെ ചെയ്യും. പിന്നെ ചുറ്റുമുള്ള ആൾക്കാർ കൂടും. അപ്പം എല്ലാവരും എന്തെങ്കിലും മിക്കവാറും പൊറാട്ട അധികം ചെയ്യും. പോകുന്നു. പിന്നെ കുട്ടികൾക്കുള്ള അസുഖത്തിനാണ് പറയുന്നത്. വിളക്കത്തിക്കലും എങ്ങനെ പച്ചക്കണ്ണ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലൊക്കെ പിന്നെ നമ്മൾ പെൺകുട്ടികളും അവരൊക്കെ സ്കൂളിൽ മദ്രസിൽ സ്കൂളിൽ SLC പാസ്സാകുമ്പോഴൊക്കെ വന്നിട്ട് ഓരോരുത്തർ അങ്ങനെ അവിടെ പൈസ ഉള്ള പരിപാടി ഒന്നും ഇല്ല. ജനത്തിൽ എത്തിക്കുക. പിന്നെ നമ്മൾ കാര്യങ്ങൾ യാസീനോട് മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ നല്ല തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. മഹാന്റെ പേര് ആർക്കും അങ്ങനെ ആരും അറിയില്ല. ആ സ്ഥലം നമ്മുടെ പള്ളീൻ്റെതാണ്. നമ്മുടെ നടാലപ്പറമ്പല്ല, അവരുടെ കീഴിലാണ് ഇപ്പം ആ മസ്ജിദ് അതിൽ ഈ മക്ബറ സ്ഥിതി ചെയ്യണം. അവർ വീട്ടിൻ്റെ അല്ലേ. നടാലപ്പറമ്പ് ജുമുഅത്ത് പള്ളിയുടെ കീഴിലാണ് ഈ മക്ബറയും പരിസരവും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടുത്തെ നാട്ടുകാർക്കിടയിൽ നിന്ന് അയ്യായിലുള്ള റോഡ് സൈഡിലുള്ള മഹാനവറുകളുടെ കൂടെ വന്ന അവരുടെ ബന്ധു ആണ് എന്നുള്ളതും അവിടെ ചെന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് വലിയവർക്കും ഉണ്ടാകുന്ന കണ്ണുമായി ബന്ധപ്പെട്ട് അതിന് വളരെ അങ്ങേയറ്റം ഫായിദയും അതിന് സുഖവും ലഭിക്കുന്ന ഒരു മക്ബറയും കൂടിയാണ് ഈ കാണുന്നത്. മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന ഒരു കല്ലാണ് അവിടെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത്. ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇവിടം വന്ന് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അവർക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെ ഒട്ടനവധി കറാമത്തുള്ള മഹാന്റെ അടുത്ത് പലവരും വന്ന് യാസീനും ഫാത്തിഹകളും ഓതി മഹാനവറുകളെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട അവർക്ക് എല്ലാം തന്നെ ഉന്നത വിജയങ്ങളിൽ എത്താൻ സാധിക്കും എന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മഹാനായ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഉഖറവിയും ദുനിയവിയുമായ വിജയങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മക്ബറയ്ക്ക് മുകളിലായിട്ട് ഒരു ഓല മേഞ്ഞത് പോലെ ഉണ്ടായിരുന്നു എന്നും അത് അവിടെ നിന്ന് താഴെ വീണ് പോയതാണ് എന്നുള്ളതും അവിടെ നിന്ന് നാട്ടുകാർക്കിടയിൽ അറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ അക്ജാഹ് ബറക്കത്ത് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. അതുപോലെ ദുനിയാവും ആഖിറവും അല്ലാഹു നന്നാക്കി തരട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ വിശ്വാസികളുടെയും പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ഈ കാണുന്നതാണ് മക്ബറ. അവിടെ കല്ലുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരു കാട്ടിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് ഒരു
താഴ്ചയിലേക്ക് നമ്മൾ ഒരു ഒതുക്ക് പോലെയുള്ള ഒരു സ്ഥലം പടുവായിട്ട് ഇറങ്ങി താഴോട്ട് വരണ ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികൾക്ക് സിയാറത്ത് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നിങ്ങൾ അറിയാത്തതും അറിഞ്ഞതുമായി ഇനിയും ഒരുപാട് സിയാറത്ത് വ്ളോഗ് വിടുന്നതായി.